ഇന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയും ഫിഷ് മോളിയും ആയിരുന്നു കേട്ടോ. ഫിഷ് മോളിക്ക് ഞാൻ ചൂസ് ചെയ്ത മീൻ അയിലയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അയിലയിൽ മഞ്ഞൾ, കുരുമുളക്, ഉപ്പും തേച്ച് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ അവിടെ വെച്ചേക്കാം കേട്ടോ. നമ്മൾ സാധാരണ ഫിഷ് മോളിക്ക് നെയ്മീനോ അയക്കോറയോ ആഗോലിയോ ഒക്കെയാണ് ചൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഞാനിവിടെ ചൂസ് ചെയ്തത് നമ്മുടെ സാധാരണക്കാരുടെ അയില തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള സവാളയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഞാൻ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. 1-ാം പാലും 2-ാം പാലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ തക്കാളിയും മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ ഞാൻ പത്തിരിക്ക് വേണ്ടിയിട്ടും കൂടെ കുഴയ്ക്കുന്നുണ്ട്. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് അത് ചൂടാകുമ്പോൾ നമുക്ക് ഏലക്കായും ഗ്രാമ്പൂവും കറാമ്പട്ടയും ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർത്ത് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. അതൊന്ന് നന്നായി വഴന്നു വന്നതിന് ശേഷം നമുക്ക് പൊടികളായ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതേപോലെ ഞാൻ അല്പം ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങാപ്പാലിൻ്റെ 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആ 2-ാം പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു തള വരുമ്പോഴേക്ക് ഒന്ന് നന്നായിട്ട് ബോയിൽ ചെയ്ത് വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് നേരത്തെ നമ്മൾ പൊരിച്ച് വെച്ച മീൻ ഇട്ട് കൊടുക്കാം. ഈ പൊരിക്കുന്ന സ്റ്റെപ്പ് ഞാനൊന്ന് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മളിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച തക്കാളി ഇട്ട് കൊടുത്തു. കൂടെ നമ്മുടെ വിനേഗർ ഒരു സ്പൂണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വിനേഗർ ഇല്ലെങ്കിൽ നാരങ്ങനീര് ഒഴിച്ചാലും മതിയേ. അതിനിടയ്ക്ക് നമുക്കതിൽ ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഫസ്റ്റ് പാല്. നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ ഫസ്റ്റ് പാല് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ കറി ഏകദേശം ഇനി ഒരു കട്ടിയൊക്കെ ആയിട്ടുണ്ട്. കുറച്ചുകൂടെ കുരുമുളക് ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കുരുമുളകും പിന്നെ ഒന്ന് മെല്ലെ തിളച്ച് വന്നാൽ മതി. ആ തിളച്ച് വന്നതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഫിഷ് മോളി റെഡി.